ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ റെക്കോൾ ചെയ്തിട്ടില്ല. ആ ഓപ്പറേഷൻ ഇപ്പോഴും ലൈവാണ്. ഒരു വെടിനിർത്തൽ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഫർദർ എസ്കലേഷൻ ഒന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രോസ് ബോർഡർ ടെററിസം നമ്മുടെ ഒരു ശാപമാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ നരകയാതന അനുഭവിക്കുന്ന ഒരു ജനതയാണ്. ഇന്നലെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഇന്നലെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യക്ക് പുറത്തു വച്ചിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോഴത്തേക്ക് വിമാനങ്ങൾ വീണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വിമാനങ്ങൾ വീണോ എന്നുള്ളതല്ല പ്രശ്നം, അതെന്തുകൊണ്ട് വീണു എന്ന് നോക്കുന്നതാണ് പ്രശ്നം. ഡിഫൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ആയുധങ്ങൾ, വെടിക്കോപ്പുകളെല്ലാം നമ്മൾ ഉപയോഗിക്കാനും ശത്രുവിനെ നശിപ്പിക്കാനും ഉള്ളത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ നശിച്ചെന്നും വരും. അത് തയ്യാറായിട്ട് തന്നെയാണ് പോകുന്നത്. ഓരോ ഫൈറ്റർ പൈലറ്റും ആ ഒരു വിമാനം എടുത്ത് പോകുമ്പോഴത്തേക്ക് അത് യാത്രയാക്കുന്ന സൈനികൻ തൊപ്പിയില്ലാതെ സല്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് ആ തൊപ്പിയില്ലാതെ സല്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന്, തൊപ്പി ഉപയോഗിക്കുന്നത് റിസ്ക്കാണ് വിമാനത്തിനടുത്ത്. രണ്ട്, അയാൾ പോവുകയാണ്, തിരിച്ചു വരുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പീസ് ടൈമിൽ പോലും, നമ്മുടെ ട്രെയിനിങ് സെഷനിൽ പോലും നമ്മളൊരു പൈലറ്റിന് തൊപ്പിയില്ലാതെ സല്യൂട്ട് കൊടുത്തയക്കുന്നതും അദ്ദേഹം അവിടെ ഇരുന്ന് തിരിച്ച് സല്യൂട്ട് ചെയ്യും. അത് അയാളുടെ ലാസ്റ്റ് പോക്കാണ്. വന്നാ വന്നു, പോയാൽ പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പപ്പ് ചോദിക്കുന്നത് എത്ര വിമാനം പോയാലും കണക്ക് കൊടുക്കാനാണ്. ഞാൻ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും കൂടെ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ കണക്കൊന്നും ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. സൈനിക രഹസ്യങ്ങൾ എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്. അത് ഈ പന്നയന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. സൈനിക രഹസ്യങ്ങൾ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ വയ്ക്കും 400 വർഷത്തിന് ശേഷം. ഇപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിക്കില്ല. ഇവർ ചോദിക്കുന്ന ഒരു വിവരവും ഡിഫൻസ് ജനപ്രതിനിധികളാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. ഇന്നലെ ഒരു മലയാളി വ്ളോഗറുണ്ട്, UAE എന്ന് ചെയ്യുന്നത്. അയാൾ പറയുന്നുണ്ട്, ജനങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ പട്ടാളക്കാർ മുഴുവൻ ഉത്തരം കൊടുക്കണമെന്നാണ് പറയുന്നത്. പട്ടാളക്കാർക്ക് ആർക്കും ഉത്തരം കൊടുക്കാൻ പോകുന്നില്ല. കാര്യം, പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം സൈനികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സീക്രട്ടാണ്. അത് നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. അത് എപ്പോഴും എങ്ങനെ പറയുമെന്ന് സൈന്യം തീരുമാനിക്കും. ജനാധിപത്യമാണ്, പക്ഷെ ജനങ്ങൾക്ക് സൈന്യത്തിന്റെ പുറത്ത് ആധിപത്യം ഇല്ല. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് സൈന്യം ചിലപ്പോൾ ജനത്തിന്റെ പുറത്ത് ആധിപത്യം പ്രഖ്യാപിക്കും, പാകിസ്ഥാനിലെ പോലെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു പരീക്ഷണത്തിന് പോകുന്നില്ല.